3 രീതികളിലൂടെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാം. ഒന്ന്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലൂടെ നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. 2, നിങ്ങളുടെ ബിസിനസ്സിലെ മാർക്കറ്റിംഗിലേക്കും ബ്രാൻഡിങ്ങിലേക്കും നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റ് നല്ല രീതിയിൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. 3ാമത്തെ രീതി, ഒരേ സമയം നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റിലും ഫോക്കസ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടാവും. ഞാൻ നടത്തുന്ന വൺ ഡേ ഫിനാൻസ് ആൻഡ് സെയിൽസ് മാസ്റ്ററിയിൽ ഈ പറയുന്ന 3 രീതിയിലും പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് കൃത്യമായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ ഓപ്പറേഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും എഫിഷ്യൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ട്രൈ ചെയ്യണം. കാരണം കസ്റ്റമർ റീറ്റൻഷനും അതുപോലെ റെഫറൽ സിസ്റ്റവും നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓപ്പറേഷണൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ന്യൂ കസ്റ്റമേഴ്സിനെ ധാരാളം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിരിക്കണം. നിങ്ങൾ മാർക്കറ്റിങ്ങിലേക്കും ബ്രാൻഡിങ്ങിലേക്കും ധാരാളം ഫണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഫണ്ടേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിലും അതല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റിയിലൂടെ ഒക്കെ ഇത്തരത്തിലുള്ള സ്ട്രക്ചേർഡ് ഫണ്ടുകൾ നിങ്ങളുടെ ബിസിനസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഡെഫിനറ്റ്ലി ഫിനാൻഷ്യലി സ്ട്രക്ചേർഡ് ആയിരിക്കണം. 3ാമത്തെ രീതി, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ ചെയ്യാമെന്നുള്ളതാണ്. ഒരേ സമയം നിങ്ങൾക്ക് ഓപ്പറേഷണൽ പ്രോഫിറ്റിലേക്കും ഫോക്കസ് ചെയ്യാം, ഒരേ സമയം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റിലേക്കും ഫോക്കസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു കോമ്പറ്റീറ്റർക്ക് പോലും നിങ്ങളെ ബീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു സക്സസ്സിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടാവും എന്നതാണ്. ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സെയിൽസിലും ഫിനാൻസിലും ഒരു പ്രോപ്പർ സിസ്റ്റം കൊണ്ടുവരണം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബിസിനസ്സിൽ അക്കൗണ്ട്സ് വേറെയാണ്, ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻസ് വേറെയാണ്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻസ് പ്രോപ്പർ ആകണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പ്രോപ്പർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഇഫക്റ്റീവായ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഇഫക്റ്റീവായിട്ടുള്ള എക്സ്പെൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഡ്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റം, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഇഫക്റ്റീവായിട്ടുള്ള ബാലൻസ് ഷീറ്റ് റീഡിംഗ് സിസ്റ്റം, നിങ്ങളുടെ ബിസിനസ്സിലെ ബിസിനസ് വാല്യുവേഷൻ പ്രോപ്പർ ആയിരിക്കണം. ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഒപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജീസ് ആവട്ടെ, പ്രൈസിങ് സ്ട്രാറ്റജീസ് ആവട്ടെ, ഇതെല്ലാം ഇഫക്റ്റീവായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നടക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻസ് എപ്പോഴും പ്രോപ്പർ ആവും. പല ബിസിനസ് ഓണേഴ്സിൻ്റെയും ഒരു തെറ്റായ ധാരണ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഒന്നാണ് എന്നുള്ളതാണ്. ഇത് ആക്ച്വലി രണ്ടും രണ്ടാണ്. ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത് എപ്പോഴും ഒരുപോലെയാണെങ്കിലും ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, അവിടെ നമുക്ക് എന്തെല്ലാം റിപ്പോർട്ട്സ് ആയിരിക്കണം ഓരോ മാസവും ഒരു ബിസിനസ് ഓണർ എന്ന രീതിയിൽ നമുക്ക് ലഭിക്കേണ്ടത്. അതേപോലെ നമ്മൾ നമ്മുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ധാരാളം സ്ട്രാറ്റജീസ്, എങ്ങനെയാണ് നമ്മളെ ബിസിനസ്സിൽ പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, നമ്മളെ ബിസിനസ്സിൽ എങ്ങനെയാണ് ഒരു പ്രോപ്പർ റെഫറൽ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക, ഒരു ബിസിനസ്സിൽ ഒരേ സമയം ഫിനാൻസും ഒരേ സമയം സെയിൽസിൻ്റെയും ഒരു ബ്ലെൻഡിങ്, ഇത് രണ്ടും ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല ടേൺ ഓവറും നല്ല പ്രോഫിറ്റും നല്ല ക്യാഷ് ഫ്ലോയുമുള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാക്കി മാറ്റാൻ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വൺ ഡേ വർക്ക്ഷോപ്പിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഈ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. താങ്ക് യു.